Stone 135 ബോർഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. 799 രൂപയ്ക്കാണ് ഞാൻ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 990 രൂപയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോർഡിന്റെ Stone 135 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Stone 135 പ്രോഡക്റ്റിന്റെ ഫോട്ടോ, കൂടാതെ 5 watts RMS ഇമേഴ്സീവ് സൗണ്ട്, ടോട്ടൽ പ്ലേ ടൈം 11 hours എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 1990 രൂപയാണ് ഇവിടെ എഴുതിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 799 ഓഫർ റേറ്റ്. ഇനി അതല്ല, മാക്സിമം എനിക്ക് തോന്നുന്നു 990 മാറാനേ ചാൻസസ് ഉള്ളൂ. മെയ്ഡ് ഇൻ ചൈനയാണ്. വാറന്റി നമുക്ക് ഒരു വർഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്ക്, ഗ്രീൻ, ഗ്രേ എന്നിങ്ങനെ മറ്റ് 4 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്. മറു സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി ബോക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ USB കേബിൾ ആണ്. എന്തായാലും അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 2022 മൈക്രോ USB കേബിൾ. ഇപ്പോൾ പൊതുവെ ഇവരുടെ തന്നെ മറ്റുള്ള ഏതൊരു പ്രോഡക്റ്റ് ഇറങ്ങണമെങ്കിൽ പോലും നമുക്കതിൽ ടൈപ്പ് സി പോർട്ടാണ്. എന്നാൽ ഈ ഒരു മൈക്രോ USB പോർട്ട് എന്ന് പറയുന്നത് വളരെ ഡ്രോബാക്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു 2022 എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള ടാഗ് ലിബർട്ടി ബഡ്സ് 899 കിട്ടുന്നത്, അതിൽ പോലും ടൈപ്പ് സി പോർട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മൈക്രോ USB പോർട്ട് 2022 സത്യം പറഞ്ഞാൽ എല്ലാവരും ആ ഒരു ടൈപ്പ് സി പോർട്ടിലേക്ക് മാറേണ്ടതാണ്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായത്, എൻ്റെ ഒരു ഇൻഡെക്സിന്റെ മൊബൈൽ, പഴയ മൊബൈൽ ഫോണാണ്, അതിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് ആക്ച്വലി അതിൻ്റെ ചാർജർ കളഞ്ഞുപോയി. അതിൽ ഈ ഒരു മൈക്രോ USB ആയിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ കേബിളൊക്കെ നോക്കി, എല്ലാം തന്നെ ഈ ഒരു ടൈപ്പ് സി ആണ് അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. അവസാനം അമ്മയുടെ ഒരു മൊബൈൽ ഫോണിൻ്റെ, പഴയ മൊബൈൽ ഫോണിൻ്റെ ഒരു ചാർജർ ഞാൻ എവിടെയെങ്കിലും നിന്നും തപ്പിയെടുത്തിട്ടാണ് അത് ചാർജ് ചെയ്തത്. ഒരെണ്ണം എന്തായാലും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്തായാലും അത് എനിക്ക് ലാഭമായി, ഒരു മൈക്രോ USB കേബിൾ കിട്ടിയതുകൊണ്ട് തന്നെ. ഇനി നോക്കുവാണെങ്കിൽ ഒരു പേപ്പർ നോട്ടും അതുപോലെ തന്നെ ഒരു വാറന്റി കാർഡ്, ബോർഡ് ദ ഹെഡ്, യൂസർ ഗൈഡ് എന്നിങ്ങനെ മറ്റ് കുറച്ച് കാര്യങ്ങളുമാണ് ഇതിന്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ Stone 135. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, ഒരു മാറ്റ് ഫിനിഷ്ഡ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഞാൻ ഈ സ്ക്രാച്ച് ആയി പോകാൻ ചാൻസസ് വളരെ കുറവെന്ന് എടുത്ത് പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് വളരെ കോമ്പാക്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇന്ന് ചിൽ ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി, ഒരു പാട്ടൊക്കെ ആയിട്ട് ചിൽ ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകണമെങ്കിലും ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ് ഈ ഒരു മാറ്റ് ഫിനിഷ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ഏറ്റവും മുകളിൽ കാണുന്ന ഒരു സ്പീക്കർ ഗ്രില്ലിന്റെ ഡിസൈനും എടുത്ത് പറയേണ്ട ഒരു സവിശേഷതയാണ്. അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, നമ്മൾ പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇനി സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു മൈക്കിന്റെ ഒരു സംഭവം കാണാം. അതുപോലെ തന്നെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെറിയൊരു ഹോൾ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ച 3.5 mm ഓഡിയോ ജാക്കാന്നാണ്. എന്നാൽ 3.5 mm ഒരു സംഭവം കൊണ്ട് കുത്തി നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് കയറുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് എവിടെയും തന്നെ അത് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് അത് പറയുക. തൊട്ടടുത്തായിട്ട് ഒരു മൈക്രോ SD പോർട്ടും കൂടാതെ മൈക്രോ USB പോർട്ടും കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് പ്ലസ് ബട്ടണും അതുപോലെ തന്നെ മൈനസ് ബട്ടണും അതുപോലെ തന്നെ അതിന് നടുക്കായിട്ടൊരു MFB ബട്ടണും ഉണ്ട്. ഈ ഒരു MFBക്കും പ്ലസ് ബട്ടണിനും നടുക്കായിട്ടൊരു LED ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഹാങ് ചെയ്യാനായിട്ടൊരു ഇതുപോലൊരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ബോട്ടിന്റെ ലോഗോയൊക്കെ ഉണ്ട്. ഓവറോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു സൈസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈനിന്റെ കാര്യത്തിലാണെങ്കിലും എടുത്ത് പറയേണ്ട ഒരു സവിശേഷത, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ ഇംപ്രസ്ഡ് ആണ്, ഡിസൈൻ വൈസും അതുപോലെ തന്നെ ആ ഒരു സൈസ് വൈസും. അതുപോലെ തന്നെ ഏറ്റവും പിറകിലായിട്ട് ഇതുപോലൊരു ഭാഗമുണ്ട്. നമുക്ക് ആക്ച്വലി ഗ്രിപ്പാണ്. ഈ ഒരു പ്ലാസ്റ്റിക് നമ്മൾ ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതൊരു സർഫസിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും നമുക്കത് അവിടെ അങ്ങോട്ട് അങ്ങോട്ട് തെന്നിയൊന്നും പോകാണ്ട് അവിടെ ഇരിക്കുന്നതാണ്. ഇനി ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ കോൾ റിജക്ട് ചെയ്യാം. കൂടാതെ TWS ഫംഗ്ഷനാലിറ്റി ഓൺ ആക്കാം. എന്താണ് TWS ഫംഗ്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ Stone 135 എന്നുള്ള 2 പ്രോഡക്റ്റുകളുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. കൂടാതെ നമ്മൾ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം അപ്പ് ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, വോളിയം ഡൗൺ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ MFBയിൽ നമ്മൾ 8 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലേ ടൈമിലേക്ക് വരുവാണെങ്കിൽ 800 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു 135 ഉള്ളത്. അതുകൊണ്ട് തന്നെ അപ് ടു 11 hours
മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു 11 മണിക്കൂർ നമുക്ക് കിട്ടണമെങ്കിൽ 80% പാട്ട് കേട്ടാൽ മാത്രമേ ആ ഒരു 11 hours കിട്ടത്തുള്ളൂ. 5V2A ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ 5V2A യൂസ് ചെയ്താലും ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ അപ് ടു 2.5 hours ആണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോ USB പോർട്ട് തന്നെയാണ്. കൂടാതെ സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് 120 hours ആണ്. ഇനി ഡ്രൈവർ സൈസ് നോക്കുവാണെങ്കിൽ 2 inch ആണ്, അതായത് ഓൾമോസ്റ്റ് 50 ms ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ ഒരു 135 നമുക്ക് അവൈലബിൾ ആകുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 watts ആണ്. ഇതിനകത്ത് നമുക്ക് 3 മോഡ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് മോഡ്, TF മോഡ്, FM മോഡ്. ബ്ലൂടൂത്ത് മോഡാണ് നമ്മളിത് ഓൺ ആക്കുമ്പോൾ തന്നെ വരുന്നത്, അതുകൊണ്ട് തന്നെ അത് സ്വിച്ച് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ TF മോഡ് എന്ന് പറയുന്നത് നമ്മൾ മെമ്മറി കാർഡ് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്വിച്ച് ഓവർ ആവും. ഇനി FM മോഡ് നമുക്ക് എങ്ങനെ ഓൺ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ MFBയിലും പ്ലസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈമൾട്ടേനിയസ്ലി അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ദേ കണ്ടോ, നമ്മുടെ FM മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ ചാനൽ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസിലോ മൈനസിലോ നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുത്താൽ മതി. ഇനി ഈ ഒരു മോഡ് ഓഫ് ആകണമെങ്കിൽ ജസ്റ്റ് അതേപോലെ സൈമൾട്ടേനിയസ്ലി രണ്ടിലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞിട്ട് അത് ബ്ലൂടൂത്ത് മോഡിലേക്ക് സ്വിച്ച് ഓവർ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ അവൈലബിൾ ആണ്. 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വന്നതിന് ശേഷം ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് സ്റ്റോൺ 135 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. പ്രോഡക്റ്റ് ആക്ച്വലി ടേബിളിന്റെ മുകളിൽ ഇരിക്കുവാണ്, കുറച്ച് ദൂരം ഉണ്ട് ഞാനുമായിട്ട്. എന്തായാലും ഈ ഒരു സമയത്ത് മൈക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് ഇതിന്, അതായത് നമ്മളൊരു പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കോൾ വരുന്നു, അപ്പോൾ എന്താ പറയാ, ഈ ഒരു സ്പീക്കർ ഓഫ് ആക്കാണ്ട് തന്നെ, അതായത് നമ്മുടെ ഫോണിന്റെ മൈക്ക് യൂസ് ചെയ്യാണ്ട് ഈ ഒരു സ്പീക്കറിന്റെ മൈക്കിൽ നിന്നും നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും. കൂടാതെ ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഏറ്റവും അടുത്ത് എന്റെ മൈക്കിന് അടുത്ത് വെച്ചിട്ട്, എന്റെ മൗത്തിന് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു മൈക്ക് വെച്ചിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് എങ്ങനെയുണ്ട് എന്തായാലും അത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു മൈക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പിന്നെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട മൈക്കിന്റെ കാര്യം, കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള പോർട്ടബിൾ സ്പീക്കേഴ്സ് ഒക്കെ വാങ്ങിക്കുന്നത് നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 watt ആണ്. എന്തായാലും അതിന്റെ ഉള്ളത്, അതായത് 5 watt നമുക്ക് എങ്ങനെയാണ് പൊതുവെ കിട്ടുന്നത്, ആ ഒരു ഔട്ട്പുട്ട് ഇതിൽ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ 100% നമ്മൾ പാട്ട് കേൾക്കുമ്പോഴാണ് ആക്ച്വലി കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ട് കിട്ടുന്നത്. 100% നമ്മൾ പാട്ട് കേട്ടാൽ ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ ആ ഒരു 11 മണിക്കൂർ അപ് ടു 11 hours എന്ന് പറയുന്നത് കിട്ടത്തില്ല. മേ ബി ഒരു 6 to 7 hours പോവേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ആ ഒരു 6 to 7 hours പോവും, അത് ഉറപ്പാണ്. എന്നാൽ നമ്മളൊരു 80% കേൾക്കുവാണെങ്കിൽ, ഒരു റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും 80% നമുക്ക് നല്ല രീതിക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ബേസ് ഒക്കെ അത്യാവശ്യം നല്ല ഡോമിനേറ്റഡ് ആയിട്ടുണ്ട്. കൂടാതെ വോക്കലും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ റൂമിലാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക്, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പൊതുവെ ഈ ഒരു JBLന്റെ ഫ്ലിപ്പ് 3 ആണ് ഉപയോഗിക്കുന്നത്. കുറേ വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും കിടക്കാൻ നേരത്തൊക്കെ ഇതിലാണ് പാട്ട് കേൾക്കാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ചെറിയ 5 watts പ്രോഡക്റ്റ് ആയിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത് രാത്രിയൊക്കെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്. എന്തായാലും അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്റ്റോൺ 135 യൂസ്ഫുൾ ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും പറയേണ്ടത്, ആ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ആ ഒരു മൈക്രോ USB പോർട്ട് മാത്രമാണ്. പിന്നെ അതൊരിക്കലും നിങ്ങളൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതൊരിക്കലും വാങ്ങിക്കാതിരിക്കേണ്ട, കാരണം 799 രൂപയ്ക്ക് നമുക്കിത് വർത്ത് ബൈങ് തന്നെയാണ്, അതിൽ വേറൊരു സംശയവുമില്ല. പിന്നെ 2022 ഞാൻ വീണ്ടും പറയണത് ആ ഒരു മാനുഫാക്ചറിങ് തന്നെ മാർച്ച് 2022 ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത്രയും നാളും എന്താ പറയുക, ടൈപ്പ് സി ഒക്കെ വരുന്നതിന് മുന്നേ മൈക്രോ USB തന്നെയാണല്ലോ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി. 799 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണെന്ന് ഞാൻ പറയും. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്കത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ 799 രൂപയ്ക്ക് അല്ലെങ്കിൽ 699 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ബോട്ട് സ്റ്റോൺ 135 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go.
thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town.